പിസ്ത ഗ്രെയിനിൽ PVC ഷീറ്റിൽ അലൂമിനിയവും PVC ഷീറ്റ് ഉപയോഗിച്ച ഒരു അലമാരി വിത്ത് സ്റ്റഡി ടേബിൾ ഏരിയ ആണ്. അത് താഴ്ഭാഗത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ PVC ഷീറ്റ് 45 ആംഗിൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തേക്കാണ് ഈ ബോക്സും താഴ്ഭാഗത്തെ ഈ സ്റ്റഡി ടേബിളിൻ്റെ ഏരിയ. ബാക്കി ഇതെല്ലാം അലൂമിനിയം ഫ്രെയിമിൽ, ഇലക്ട്രോപ്ലേറ്റഡ് അലൂമിനിയം ഫ്രെയിമിൽ PVC ഷീറ്റ് സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് റാക്ക് കാര്യങ്ങളെല്ലാം അലൂമിനിയവും PVCയുടെ തട്ട് ഷീറ്റും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രോയർ രീതിയിലാണ് ഈ ലോക്കർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് 2 ഡോറിലും ഫുള്ള് ഹാങ്ങർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. ബാക്കി റാക്ക് കാര്യങ്ങൾ. അപ്പം ചെറിയൊരു അലമാരയാണ്, 3 ഡോറിൻ്റെ വാർഡ്രോബാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം വിട്ട്, അലമാരയുടെ വിട്ട് ഏകദേശം 4.5 അടി വരുന്നുണ്ട്. 1.5 അടി വെച്ച് വരുന്ന 3 ഡോറും, പിന്നെ ഇതൊരു 30 ഇഞ്ച് 2.5 അടി വിട്ട് വരുന്ന സ്റ്റഡി ടേബിളിൻ്റെ ഒരു ഏരിയ. ഇവിടെ നമുക്ക് ചെയർ കയറ്റിയിട്ട് ഇരിക്കാനും, ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോയർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. കാരണം ഇവിടെ ചെറിയ കുട്ടികളായിട്ടാണ് ഇങ്ങനെ ഡ്രോയർ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിക്കുന്ന ഒരു ഏരിയ ഒക്കെ കൊടുക്കാൻ പറ്റും. കാരണം നമുക്ക് കീപാഡ് കാര്യങ്ങളൊക്കെ, സിസ്റ്റമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കീപാഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി വലിക്കുന്ന ഒരു ഡ്രോയർ പോലെ കൊടുക്കാൻ പറ്റും. ഇവിടെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു ടേബിളും പിന്നെ ഒരു ബുക്ക് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഷെൽഫ് പോലെ. പിന്നെ റാക്ക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വലിയ ഹൈറ്റുള്ളതൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് ലൈറ്റ് കൊടുക്കാനുണ്ട്, താഴ്ഭാഗത്ത് ലൈറ്റ് ഉണ്ട്, അതിങ്ങോട്ട് ഈ മുകളിലും 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇനി പാനലിംഗ് കൊടുക്കാനുണ്ട്. ഈ ഭാഗത്തും ഈ ഭാഗത്തും വുഡൻ ഫിനിഷ് വരുന്ന PVC അല്ലെങ്കിൽ WPCയുടെ ലോവർ പാനലൂടെ കൊടുത്താൽ കുറച്ചുകൂടി മനോഹരമാണ്. വർക്ക് ഇതിൻ്റെ കഴിഞ്ഞിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റഡി ടേബിൾ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത് ഒരു മിറർ കൊടുക്കാനുള്ള ഏരിയ ഇല്ലാത്തത് കൊണ്ട് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം തന്നെ ഈ സൈഡിലാണ് മിറർ കൊടുത്തിരിക്കുന്നത്. ഇത് വാർഡ്രോബിൻ്റെ ഈ സൈഡിലേക്ക് മിറർ കൊടുത്തതാണ്. ഈ ഭാഗത്തും കൊടുത്തില്ല, ഈ സൈഡിൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ മിറർ കൊടുത്ത് സെറ്റ് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ബാക്കി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹാൻഡിൽ കാര്യങ്ങളാണെങ്കിലും കട്ട് ചെയ്തിടുന്ന 30 ഇഞ്ച് ഹൈറ്റ് വരുന്ന ഒറ്റ ലെങ്കിലുള്ള ഹാൻഡിലാണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡോറിനും ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ്, പ്രത്യേകിച്ച് വേറെ വലിയ ഡിസൈൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാർഡ്രോബാണ്. ഒരുപാട് റേറ്റ് കാര്യങ്ങളൊന്നും പോകാതെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ അലമാരയുടെ വിശേഷം.